ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അനിർബാൻ്റെ വീട്ടിലെ എല്ലാവരും വന്ന് അനിർബാനും ദുർഗയുമായുള്ള കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സമ്മതമാണെന്ന് പറയുമ്പോൾ ദുർഗയ്ക്ക് അവർ വളയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദുർഗയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. പിന്നെ അനിർബാനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. അവിടേക്ക് അവൻ്റെ അനിയത്തി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവനോട് പറയുമ്പോൾ അവൻ വിശപ്പില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അവനെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. എന്നിട്ട് അവനോട് നാളെ ഹോളിയാണ്, നാളെ തന്നെ ദുർഗയോടും ചാരുവിനോടും എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ വേണ്ടി അവൾ പറയുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം എല്ലാവരും ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ചാരു അനിർബാൻ്റെ അടുത്തേക്ക് വന്ന്, നിങ്ങൾ എന്നെയാണ് സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ നിങ്ങൾ ദുർഗയെയാണ് പ്രണയിച്ചത്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നു അനിർബാൻ എന്ന് അവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൾ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അനിർബാൻ അവൾ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ചാരു ഞാൻ എന്ന് പറയുമ്പോഴേക്കും അവൾ ചിരിച്ചിട്ട്, പറ്റിച്ച് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, നിങ്ങൾ എന്താ വിചാരിച്ചത്, നിങ്ങൾ നല്ല ആക്ടർ ആണെന്നാണോ, നിങ്ങളെക്കാൾ നന്നായിട്ട് ഞാൻ ആക്ട് ചെയ്യും, ഇപ്പോൾ കണ്ടില്ലേ, എന്തായാലും നിങ്ങൾ എൻ്റെ അളിയനാകാൻ പോകുമല്ലേ, ദുർഗയെ നന്നായി നോക്കിക്കൊള്ളണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, ഓർമ്മ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അനിർബാൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചാരുവിനെയാണ് അവൻ പ്രണയിക്കുന്നതെന്ന സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവൻ ദുർഗയെ അവിടെയൊക്കെ തിരയുന്നുണ്ട്. പക്ഷേ അവൻ ദുർഗയാണെന്ന് വിചാരിച്ച് ഈ കാര്യങ്ങളെല്ലാം ജുംകിയോടാണ് പറയുന്നത്. അപ്പോൾ ജുംകി മനസ്സിൽ ദുർഗയെയും ചാരുവിനെയും പരസ്പരം അകറ്റാൻ ഈ ഒരൊറ്റ കാരണം തന്നെ മതിയെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഹോളി എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് ആഘോഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചാരുവിൻ്റെ ബ്ലൗസിൻ്റെ ത്രെഡ് അഴിയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി ദുർഗയെ അവൾ വിളിക്കുമ്പോൾ ദുർഗ അത് കണ്ടിട്ടുണ്ടാവില്ല, മറിച്ച് അനിർബാൻ അത് കാണാണ്. അവൾ അവനെയാണ് വിളിച്ചതെന്ന് വിചാരിച്ചിട്ട് അവളുടെ പിന്നാലെ അവനും പോകുന്നുണ്ട്. എന്നിട്ട് അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാരു ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോഴാവും അനിർബാനാണ് അതെന്ന് മനസ്സിലാവുക. അപ്പോൾ അവിടെ വെച്ച് അനിർബാൻ അവളോട് തോന്നിയ പ്രണയത്തെക്കുറിച്ചെല്ലാം അവളോട് തുറന്ന് പറയുന്നുണ്ട്. ദുർഗയെ അല്ല, മറിച്ച് നിന്നെയാണ് ഞാൻ പ്രണയിച്ചത്, നിന്നെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് ചാരു എന്ന് അവളോട് പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അപ്പുറത്ത് ദുർഗ നിൽക്കുന്നുണ്ടാവും. അവളെ കണ്ട് ചാരു അവളുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട്, അനിർബാൻ എന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ, ഞാൻ നേരത്തെ അവനോട് ഇതേപോലെ പറഞ്ഞ് അവനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളെ ഞാൻ സംശയിക്കില്ല, ഞാനും നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ടെന്ന് അവനോട് അവൾ നാണത്തോടുകൂടെ പറയുന്നുണ്ട്. ഇത് കേട്ട് അനിർബാൻ നന്നായി ഞെട്ടുന്നുണ്ട്. അപ്പോൾ നേരത്തെ താൻ എല്ലാ സത്യങ്ങളും പറഞ്ഞത് ദുർഗയോടല്ല, വേറെ അതാരായിരുന്നെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ ബോഞ്ചിത്തയുടെ സാരി സമ്പൂർണ്ണ ദുർഗയ്ക്കും ചാരുവിനും ദുർഗയുടെ എൻഗേജ്മെൻറ്റിന് ഉടുക്കാൻ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ജുംകിക്ക് കൊടുക്കുമ്പോൾ ഇത്ര ഓൾഡ് ഫാഷനായ സാരിയൊന്നും അവൾക്ക് വേണ്ട എന്നവൾ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ആ സാരി എടുത്ത് വരുമ്പോൾ ബോഞ്ചിത്തയുടെ സീനും കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ അനിരുദ്ധിൻ്റെയും ബോഞ്ചിതയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സമ്പൂർണ്ണ അങ്ങോട്ട് വന്ന് ചാരുവിനോട്, നിന്നെ കാണുമ്പോൾ എന്തുകൊണ്ടായെന്ന് എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ബോഞ്ചിതയെയാണ് ഓർമ്മ വരുന്നത്, നിനക്ക് അവളുടെ സ്വഭാവമാണ് ഉള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് അവൾ പറയാണ്. അതിനുശേഷം എൻഗേജ്മെൻറ്റിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം റോയ് ചൗധരി വീട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ ചാരു റൂമിലിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് അനിർബാൻ വന്ന്, ഞാൻ നിന്നോട് തമാശയ്ക്കല്ല അങ്ങനെയൊക്കെ പറഞ്ഞത്, എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടമാണ്, ദുർഗയെ ഞാൻ പ്രണയിക്കുന്നില്ല, നിന്നെയാണ് ഞാൻ പ്രണയിക്കുന്നതെന്ന് പറയാണ്. അത് കേട്ട് ചാരു അവനെ നല്ല അടി അടിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ഓക്കെ, ഇനി ഇങ്ങനെയൊന്നും എന്നോട് പറയരുതെന്ന് അവൾ പറയുമ്പോൾ അവൻ, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ നിന്നെ മാത്രമേ പ്രണയിക്കൂ, ഇന്നും എന്നും എപ്പോഴും, ഇത് ആരുടെ മുന്നിൽ പോയി പറയാൻ ഞാൻ തയ്യാറാണെന്ന് അവൻ പറയാണ്. അപ്പോൾ ചാരു അതിനോട് എതിർക്കുന്നുണ്ട്. ഇന്ന് ദുർഗയുടെയും നിങ്ങളുടെയും എൻഗേജ്മെൻ്റ് ആണ്, അവളെ സ്നേഹിക്കാത്ത ഒരാളുമായിട്ടാണ് അവളുടെ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്നതെന്ന് അവൾക്കറിയില്ല, ഞാനിത് അവളോട് ചെന്ന് പറയാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് ദുർഗയുടെ അടുത്തേക്ക് ചാരു പോകുന്നുണ്ട്. ദുർഗയോട് ഈ കാര്യം അവൾ പറയാൻ വേണ്ടി നോക്കുമ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ദുർഗ വളരെ എക്സൈറ്റ്മെൻറ്റിലാവും നിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ചാരുവിനെ ഒന്നും പറയാൻ അവൾ അനുവദിക്കുന്നില്ല. പിന്നെ ദുർഗ അനിർബാന് വേണ്ടി കയ്യിൽ തിരി കത്തിച്ച് വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതും കൂടെ കണ്ടതും സത്യങ്ങളെല്ലാം തുറന്ന് പറയില്ല, കാരണം അതറിഞ്ഞാൽ അവൾ തകർന്നു പോകുമെന്ന് ചാരു മനസ്സിൽ പറയുന്നുണ്ട്.
അങ്ങനെ അനിർബാനും ദുർഗയുമായുള്ള എൻഗേജ്മെൻറ്റ് കഴിയുന്നുണ്ട്. ഈ സമയത്തൊക്കെ അനിർബാനാണെങ്കിൽ ചാരുവിനെ തന്നെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അനിർബാൻ്റെയും ദുർഗയുടെയും മഞ്ഞൾ കല്യാണമാണ് കാണിക്കുന്നത്. റോയ് ചൗധരി വീട്ടിലും അനിർബാൻ്റെ വീട്ടിലും അതിൻ്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ചാരു അനിർബാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേഷമായിട്ട് അവൻ്റെ വീട്ടിലേക്ക് അവൾ വരുന്നുണ്ട്. എന്നിട്ട് അവനെ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ദുർഗ നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്, നിങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്, അതുകൊണ്ട് അവളെ ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഞാൻ ദുർഗയെ അല്ല പ്രണയിച്ചത്, നിന്നെയാണ് ചാരു എന്ന് പറയുമ്പോൾ അവൾ പിന്നെയും ദുർഗയെ നിങ്ങൾ കല്യാണം കഴിക്കണം, അവൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അവൻ ഞാൻ ദുർഗയെ കല്യാണം കഴിച്ചോളാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ചാരു അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ദുർഗയെ കല്യാണം കഴിച്ചാൽ പിന്നെ നീ എന്നിൽ നിന്ന് ദൂരെ പോകണം, എൻ്റെ കൺമുന്നിൽ പോലും നീ വരാൻ പാടില്ല എന്ന് അവൻ പറയാണ്. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.